ബാലപ്പൻ ചേട്ടാ. കാത്ത് ഇന്ന് മടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. സോറി ബാലപ്പൻ ചേട്ടാ, ഇത്ര ജോലി ഉണ്ടായിരുന്നു. ഇന്നലെ പരിചയപ്പെടാന്നും പറഞ്ഞ് പകുതി വഴിയായപ്പോ ഇന്നാകട്ടെ എന്ന് പറഞ്ഞ് പോയില്ലേ. ഇന്നും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാനൊന്ന് സംശയിച്ചു. ഈ ദുബായ്ക്കാരിയെ പരിചയപ്പെടാന്നുള്ളത് എന്റെയും കൂടെ ഒരു ആവശ്യമായി പോയില്ലേ. അതിരിക്കട്ടെ, പറയേണ്ട ഡയലോഗ് എന്തൊക്കെയാ? കൊള്ളാം, ഞാൻ എഴുതി കൊണ്ട് വന്നിരിക്കയില്ലേ, കണ്ടോ. ഞാൻ മായ. മാഡത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? മാഡം അത് കൂടെ പറയണം. ഞാൻ പ്രോമിറ്റ് ചെയ്യാണ്, കേട്ടോ. ഞാൻ മായ. പറഞ്ഞോ. ഞാൻ മായ അശോക് കുമാർ. മായ അശോക് കുമാർ. കേരള സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനായ അനന്തൻ മുതലാളിയുടെ ഏക മകൾ. മായ എക്സ്പോർട്ട്, മായ ഫാർമസ്യൂട്ടിക്കൽസ്, മായ കൺസ്ട്രക്ഷൻസ്, മായ നല്ലരിക്കുത്തരി. മായ മറ്റേ അരിക്കച്ചോടെ സോർടെക്സ്. അങ്ങനെ പറയണം. ഇങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾക്ക് ഉടമയായിരുന്നു അനന്തൻ മുതലാളി എന്ന എന്റെ അച്ഛൻ. പക്ഷേ ചില രാഷ്ട്രീയ കുബുദ്ധികളുടെ ചരടുവലിയിൽ ദുഃഖിതനായ അദ്ദേഹം, പാമരനായ അദ്ദേഹം, ബന്ധിതനായ അദ്ദേഹം ഇന്ന് എല്ലാ വ്യവസായശാലകളും വിട്ടൊഴിഞ്ഞ് ആത്മീയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങേരെ നമുക്ക് പറയണോ? വേണോന്ന്. ഇങ്ങനെയൊക്കെ സംസാരിച്ചാലേ അവരെ സ്വാധീനിക്കാൻ പറ്റൂ. അതെ, ഞാൻ ഉണ്ടല്ലോ, ഞങ്ങളുടെ AKCP കുറിച്ച് അതിവിശാലമായിട്ട് സംസാരിച്ചപ്പോഴാണ് ആദ്യം എന്നെ മെമ്പർഷിപ്പ് എടുത്തത്. പിന്നെ ആദ്യം എന്നെ എടുത്തായിരുന്നു. അപ്പൊ നമുക്ക് കലക്കാം. പിന്നെ അതല്ലേ പറഞ്ഞത്, വാ നമുക്ക് അങ്ങോട്ട് പോവാം. ചെന്ന ഉടനെ കിട്ടുകയും ചെയ്യും. നല്ല സ്നേഹവും ഐശ്വര്യമുള്ള സ്ത്രീയാണ്. പിന്നെ ആ മായയും ബാലപ്പേണ്ണനും കൂടെ വരികയാണ്. ഇപ്പൊ നമ്മൾ കാണാൻ പോണ്ട, അവർക്ക് സംശയം തോന്നും. വണ്ടി നേരെ വിട്ടോ, കണ്ട പരിചയം കാണിക്കണ്ട. മണിയനും മഹിളാ സമാജമാണ് വരുന്നത്. നമ്മൾ മൈൻഡ് ചെയ്യാൻ പോണ്ട കേട്ടോ, കണ്ടതായിട്ട് ഭാവിക്കാനേ പോണ്ട. ശരി ശരി ശരി. ഇപ്പൊ വരും അവര്. ചമ്മല കാണിക്കണ്ട, കയറും. അത് ശരി, നിങ്ങൾ ഇങ്ങോട്ട് വന്നാണ്. ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ഈ ഒളിച്ചു കളിയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങൾ എന്തിനാ വന്നത്? മേഡത്തെ ഒന്ന് പരിചയപ്പെടാൻ. അല്ല, ഞാൻ വരുന്നില്ല. മറ്റേ ഞാൻ വരുന്നില്ല. ഞങ്ങൾ ഒരിക്കൽ പരിചയപ്പെട്ടതാണ്. അതെ, ആവർത്തിച്ച് മൂന്ന് പേർക്കും വലത് സൈഡിൽ കിട്ടിയാൽ മതിയായിരുന്നല്ലേ. ഞങ്ങൾ ജവഹർ കോളനിയിലെ വനിതാവേദി പ്രവർത്തകരാ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വരൂ. തള്ളാടി, നമുക്ക് ജനലിൽ കൂടെ കാണാൻ പറ്റുമോ നോക്കാം. നോക്ക്. കിട്ടുന്നില്ലല്ലോ അടി. തന്നെ ഞാൻ വിളിച്ച് പറയട്ടെ. ആരാ ഇതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ? മിസസ് സുമാ പ്രകാശ് കുമാറാണ് പ്രസിഡന്റ്, മിസസ് ഖാദർ സെക്രട്ടറിയും. ഞങ്ങളുടെ വനിതാവേദിയുമായി ബന്ധപ്പെട്ട് മാഡവും പ്രവർത്തിക്കണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ആയിക്കോട്ടെ. മാഡത്തിന് അറിയോ, കഴിഞ്ഞ തവണ ഞങ്ങളുടെ വനിതാവേദിയുടെ നേതൃത്വത്തിൽ നിർധനരായ 20 പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുത്തു. അല്ല, ഈ ജവഹർ കോളനിയിൽ പാവപ്പെട്ട പെൺകുട്ടികളും ഉണ്ടോ? അല്ല, ഈ കോളനിയിലെ അല്ല, അടുത്ത വേറൊരു കോളനിയിലെ പാവപ്പെട്ട പെൺകുട്ടികൾക്കാ. അതൊക്കെ നല്ല കാര്യമാണ്. ഈ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ ആജീവനാന്തമാണോ, അത് ഓരോ വർഷത്തേക്ക് മാത്രമാണോ? 1 വർഷമാണ് കാലാവധി. അടുത്ത 2 ദിവസം കഴിഞ്ഞ ഇലക്ഷനാ. അത് നന്നായി. വെറും ഒരു പ്രവർത്തകയായി പ്രവർത്തിക്കാൻ ഞാനില്ല. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ കോളനിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാനും ഉണ്ടാവും മത്സരിക്കാൻ. അത് നിരാലംബയുടെ ഭാഗ്യമാ. നിരാലംബയോ? അതാരാ? അത് വനിതാവേദിയുടെ പേരാ, നിരാലംബ വനിതാവേദി. അതിന്റെ അർത്ഥം അറിയോ ആർക്കെങ്കിലും?
ആലംബമില്ലാത്തത്, നിവൃത്തിയില്ലാത്തത്, ഒരു സഹായവും ചെയ്യാൻ കഴിയാത്തത് എന്നൊക്കെയാണ്. അതുകൊണ്ട് ആദ്യം ഈ പേരങ്ങ് മാറ്റണം. മാറ്റാം മാറ്റാം മാറ്റി ആ, മാറ്റി. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വനിതാ വേദിയുടെ പ്രസിഡന്റ് ആയാൽ ഈ കോളനിയുടെ പ്രശ്നങ്ങളിൽ മാത്രമേ ഇടപെടത്തുള്ളൂ. അത് അല്ലാതെ അടുത്ത കോളനിയുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. മറ്റാരും ഇടപെടുന്നതും എനിക്കിഷ്ടമല്ല. അതെ അത് മതി, അത് മതി. അതാ അതാണ് അതിന്റെ അതിന്റെ ശരി. എന്തിത്ര താമസം? കിട്ടി, അടി കിട്ടി. ആര്? ആർക്കോ കിട്ടി. ഇത് ഞാൻ കൊതുവിനെ അടിച്ചത്. അങ്ങോട്ട് നോക്കി കിട്ടിയാന്ന്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ ശരി. അല്ല, മാഡത്തിന്റെ പേര് പറഞ്ഞില്ല. ലീലാമ്മ കുര്യൻ. ആ, ശരി ശരി, വാ, പോവാം. വാ പോകാം. നിങ്ങൾ നടന്നോ, എനിക്ക് മാഡത്തോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തോ ഒപ്പിക്കാനാ. വാ, വാ. എന്താ കുട്ടി, എന്തോ ഒരു വിഷമം പോലെ. നമ്മള് തമ്മിൽ പരിചയപ്പെട്ടതും ഇല്ലല്ലോ. അതെ, പരിചയപ്പെടുമ്പോ അത് വിശദമായിട്ട് തന്നെ വേണോന്ന് എനിക്ക് നിർബന്ധമുണ്ട്. തുടങ്ങട്ടാ. തുടങ്ങിക്കോ. ഏ? അല്ല, ഞാൻ മായ അശോക് കുമാർ. കേരള സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ വ്യവസായ പ്രമുഖൻ അനന്തൻ മുതലാളിയുടെ ഏക മകൾ. മായ എക്സ്പോർട്ട്, മായ ഫാർമസ്യൂട്ടിക്കൽസ്, മായ കൺസ്ട്രക്ഷൻസ്, മായ നല്ലൊരു കുത്തരി, അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾക്കുടമയായിരുന്നു അനന്ത മുതലാളി എന്ന എന്റെ അച്ഛൻ. അനന്ത മുതലാളിയുടെ മോൾ ഇന്ന് നിരാലംബയാണ് മാഡം. ഒരിക്കൽ രാജകുമാരിയെ പോലെ ആയിരുന്നു മാഡം ഞാൻ ജീവിച്ചിരുന്നത്. ഒരിക്കൽ രാജകുമാരിയെ പോലെയായിരുന്നു മായ ജീവിച്ചത്. തന്റെ ഏതാഗ്രഹവും നിറവേറ്റി തരുന്ന അച്ഛൻ. അവളെ വെയിലും മഴയും കൊള്ളിക്കാതെ വളർത്താൻ കൊള്ളിക്കാതെ വളർത്താൻ പരിചാരകർ. പക്ഷേ ഇന്ന് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും അവളെ വിട്ടൊഴിഞ്ഞു പോയി. ഇന്ന് അവൾ നിസ്സഹായാണ്. ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത് തൊഴിലില്ലാതെ തെണ്ടി. അയ്യോ അതല്ല, തെണ്ടി നടക്കുന്ന ഭർത്താവ്. തൊഴിലില്ലാതെ തെണ്ടി നടക്കുന്ന ഒരു ഭർത്താവ് ഇന്ന് അവൾക്ക് മാത്രം സ്വന്തം. മാസരുടെ മാഡം ഞാൻ ഈ മാസം ഞാൻ ജീവിക്കണോ അതോ മരിക്കണോ? ഞാൻ ജീവിക്കണോ മരിക്കണോ? കരഞ്ഞോളൂ. എനിക്കൊരു ഉത്തരം പറഞ്ഞു തരൂ. കരയൂ. എനിക്കൊരു ഉത്തരം പറഞ്ഞു തരൂ. ഒന്നുകൂടെ പറഞ്ഞോ. എനിക്കൊരു ഉത്തരം പറഞ്ഞു തരൂ. അവർക്ക് സെന്റിമെന്റ്സ് വരുന്ന രീതി പറഞ്ഞോട്ട് മാഡം. നിങ്ങളാണ് തെറ്റിച്ച് പറഞ്ഞു കൊടുത്തത്. അത് ശരി. അപ്പൊ ഈ നാടകത്തിന്റെ തിരക്കഥ നീയായിരുന്നു അല്ലേ? ഈ നാടകത്തിന് തിരക്കഥ ഞാനില്ല, ഞാൻ കൂട്ടുവന്നതാണ്. കൂട്ടുവന്നത് നീ നിക്കടാ അങ്ങോട്ട്. ഞാനില്ലല്ല. എന്താ ഇത്? അത് പിന്നെ ഈ ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി. നേരെ നിക്കടാ. ഞാൻ പറയാതെ രണ്ടാൾ ഇവിടുന്ന് അനങ്ങി പോകരുത്. നാടകം കുറച്ചുകൂടി പഠിപ്പിച്ചിട്ട് കൊണ്ടുവന്നാ പോരായിരുന്നു. ഞാനല്ല സ്ക്രിപ്റ്റ് എഴുതി. ഈ നിൽക്കുന്ന അണ്ണനാണ്. ആരെഴുതിയാലും കൊള്ളാം. ഞാൻ പറയാതെ ഇവിടുന്ന് അനങ്ങി പോകരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് വേണ്ട വേണ്ട. നിങ്ങൾ ഓരോന്ന് വാങ്ങിച്ചു പിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണല്ലേ. അതിലിപ്പോ നമുക്ക് കിട്ടിയില്ലല്ലോ. ഇന്ന് ജവഹർ കോളനിയിൽ ഞാൻ വില കൊടുത്ത് വാങ്ങിയ ഈ വീട്ടിൽ 2-ാം ദിവസം. ലീലാമ്മയുടെ കൈയുടെ ചൂടറിഞ്ഞ ഈ കോളനിയിലെ 2 ചെറുപ്പക്കാർ, ബാലപ്പൻ, മണിയൻ.
ലീലാമ്മയെ ഈ ജവഹർ കോളനിയിലുള്ളവർക്കെല്ലാം ഇപ്പോൾ ചെറിയ ഭയമാണ്. തൽക്കാലം അതങ്ങനെ തന്നെ തുടരട്ടെ. പിന്നെ ഇന്നെൻ്റെ പ്രിയപ്പെട്ട നാത്തൂനെ കണ്ടു. ഒരു മാറ്റവും ഇല്ല, പഴയതുപോലെ തന്നെ. ഈ ജന്മം ഞങ്ങൾ ശത്രുക്കളായി തന്നെ തുടരും. അയാൾ ഇന്നും വിളിച്ചിരുന്നു. എത്ര പണം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടും അയാൾ വഴങ്ങിയില്ല. ലീലാമ്മയ്ക്ക് വാക്കും തീരുമാനവും ഒന്നേയുള്ളൂ. ഓ, ലീലാമ്മ ഈ കോളനി വന്നിട്ട് ഒരു ദിവസം 5 മണിക്കൂറുമായി. എന്നിട്ട് ഇച്ചായൻ എന്നെ കാണാൻ ഇപ്പോഴാണല്ലോ നേരം കിട്ടിയത്. എന്റെ പൊന്നു പെങ്ങളെ, നീ വന്നെന്നറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് വരാനൊന്നും ശ്രമിച്ചതാ. എനിക്ക് മനസ്സിലായി, നാത്തും വീട്ടിലായിരിക്കും. നിനക്കറിയത്തില്ലയോ അവിടെ സ്വഭാവം? അതൊക്കെ പോട്ടെ, ഇച്ചായൻ വാ. ഇരിക്കിച്ചായ. എന്തോ ചേച്ചാ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല ലീലാമേ, വർഷങ്ങൾ കൂടി നിന്നെ ഞാൻ കാണുകല്ലേ, ഒന്ന് ശരിക്കും കണ്ടോട്ടെ. ശോ, ഈ ഇച്ചായൻ ഇപ്പോഴും ഞാനൊരു കുഞ്ഞു ലീലാമയാണെന്ന വിചാരം. എന്താ സംശയം? എനിക്കിപ്പോഴും നീ കുഞ്ഞു ലീല തന്നെയാ. ഇച്ചായ, നാത്തൂന് ഇപ്പോഴും പഴയ അസുഖമുണ്ടോ? എന്താ സുഖം? പരദൂഷണേ. അത് പിന്നെ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതല്ലേ. ഓ, ദുബായി പോയ പിന്നെ ഞാനിത് അങ്ങോട്ട് നിർത്തി. അവിടെ അറബികളാരും പരദൂഷണം പറയാറേ ഇല്ല. അത് പിന്നെ അവർ അറബി പറയണത് നിനക്ക് മനസ്സിലായിട്ടാ. അത് നേരാ. ഷോ, ഐ ആം എ ഫൂൾ. എന്തായാലും ഇച്ചായനിരിക്കെ, ഞാനൊരു കപ്പ് കാപ്പി ഇട്ടോണ്ട് വരാം. അയ്യോ, ഇപ്പൊ അതിനൊന്നും നേരമില്ല, എനിക്ക് ഉടനെ പോണം. എന്താ ഇത്ര അത്യാവശ്യം? അത്യാവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും പോയേ പറ്റൂ. ഇച്ചായൻ ആരെ ഈ പേടിക്കുന്നത്? ആ നാത്തൂന് ഒറ്റ ഒരുത്തി കാരണ ഇച്ചായൻ ഇത്ര പേടിത്തൊണ്ടനായത്. ഇന്ന് എന്തായാലും ഇച്ചായൻ എന്നോടൊപ്പം ഉച്ചക്കത്തെ ഊണും വൈകുന്നേരത്തെ കാപ്പുകൂടിയും കഴിഞ്ഞേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഷോ, എന്റെ ലീലാമേ, നീ ഒരു കത്തി എടുത്തല്ലേ കുത്തി കൊല്ലേ. ആഹാ, എന്നാ ഇന്ന് എന്താ സംഭവിക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാനിവിടുന്ന് ഭക്ഷണം കഴിച്ചെന്നെങ്ങാനും അവൾ അറിഞ്ഞാൽ ഇന്ന് തന്നെ അവള് പുളിയാമ്പറമ്പിലേക്ക് മടങ്ങിപ്പോവും. അങ്ങനെ തുമ്മിയ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് തെറിച്ച് പോട്ടെ ഇച്ചായ. ഇച്ചായന് ഞാൻ നല്ല മണി പോലത്തെ പെൺകുട്ടിയെ ദുബായിന്ന് കൊണ്ടുവരും. നീ ഈ വയസ്സുകാലത്തിന്റെ അപവാദം കളിപ്പിക്കാനാ? പിന്നെ 2ാം കെട്ടൊക്കെ നാട്ടിൽ നടപ്പുള്ളതല്ലേ ഇച്ചായ. എന്നാലും ഈ വയസ്സുകാലത്ത് 10-18 വയസ്സുള്ള പെൺപിള്ളേരെ കൊണ്ട് നടക്കാത്ത പറഞ്ഞ? അയ്യടാ, 18 ഞാൻ ഉദ്ദേശിച്ചത്, 48. ഓ, അപ്പൊ എന്ത് തീരുമാനിച്ചു? എന്ത്? ഇവിടുന്ന് ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് പോണോ അതോ നാത്തൂനെ പേടിച്ച് സ്ഥലം വിടാൻ പോവാണോ? എനിക്ക് എന്റെ ആരോഗ്യവും മനസ്സമാധാനവും ഒക്കെ നോക്കണ്ടേടി. ഏതായാലും ഞാനിപ്പൊ പോവുക, പിന്നീട് ഒരിക്കൽ വരാം. ഒന്ന് നിന്നെ. ഇനി ഈ പുന്നാര പെങ്ങളെ കാണാൻ ഈ വീടിന്റെ പടി ചവിട്ടി പോരുത്. അയ്യോ പെങ്ങളെ, നീ ഒരു കാര്യം ചെയ്യ്, ഒരു ചായ ഇട്, അത് കുടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇവിടെ ഒരു ചായയും ഇല്ല, ഒരു സുലൈമാനിയും ഇല്ല. ഇനിയിപ്പൊ എന്തു പറഞ്ഞാ ഇവിടെ സമാധാനിപ്പിക്കണ്ടേ? ഇതെങ്ങാനും അന്നാമ അറിഞ്ഞ എന്റെ കർത്താവേ, ഈ കുഞ്ഞാടിനൊരു വഴി കാണിച്ചു തരണേ. നടുക്കൂടാണ് സൈക്കിൾ ഓട്ടുന്നത്. എനിക്കൊരു സ്വസ്ഥതയില്ല. ആരോടൊന്നും പറയണ രാവിലെ തൊട്ട് കിടന്ന് വണ്ടി ഓടുന്ന കിടന്ന് ഓടുക. നിനക്ക് തമാശയല്ലേ? നോക്ക് നോക്ക്, നീ നോക്കടാ, വായിച്ചു നോക്ക്.
ദുബായിൽ കോടികളുടെ തട്ടിപ്പ് മലയാളി യുവതിയെ പോലീസ് തിരയുന്നു. ആ, കണ്ട, ദുബായിൽ കോടികളുടെ തട്ടിപ്പ്, മലയാളി യുവതിയെ പോലീസ് തിരയുന്നു. ഇതിനാണ് നിങ്ങൾ തേരാപ്പാരെന്ന് പറഞ്ഞിട്ട് വരണ്ട ഓടിയത്. എന്ത്, ഇത് വാർത്തയല്ലേ? ഇതൊരു സാധാരണ വാർത്തയല്ലേ? സാധാരണ വാർത്തയാ. ദുബായിൽ കോടികളുടെ തട്ടിപ്പ്, മലയാളി യുവതിയെ പോലീസ് തിരയുന്നു. സാധാരണ വാർത്ത. ഇതൊരു സാധാരണ വാർത്ത അല്ലേ? എടാ ഞാൻ നീ ഇതാരെന്ന് മനസ്സിലായ? ആര്? ഇത് ഹൗസ് നമ്പർ 32. മറ്റേ തടിച്ച പണ്ട് കിട്ടിയത് ഓർമ്മ? മറ്റേ ഗുണ്ടാസ്ത്രീ. ആ ഗുണ്ടാശ്രീ അവരാണ് കോടികളുടെ തട്ടിപ്പ് മലയാളി യുവതി. അത് അവരാണ്. ഓ, ഇപ്പോഴല്ലേ സംഗതി പിടികിട്ടിയത്. ഇത് മറ്റവളാണല്ലേ? ഓ, സത്യം പറഞ്ഞ നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചു കേട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഈ രാവിലെ പത്രം കണ്ടിടന്ന് ഓടിയത്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വട്ടായിരിക്കും. വട്ട് നിന്റെ. നിങ്ങളാണ് ബാലപ്പെണ്ണ. ഇത് അവളാണെങ്കിൽ അവളാണെങ്കിൽ അവളുടെ ഇരു കവിളി ഞാൻ ടക 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 എന്ന് അടിച്ച് അവളെ പിടിച്ച് പോലീസിലേപ്പിക്കും. ആണല്ലേ? ബാലപ്പെണ്ണ, നിങ്ങൾക്കറിയാവോ അവൾ എന്നെ ഈ കവിളിൽ അടിച്ചതിന് ശേഷം ഞാൻ രാത്രി ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. ഇടത് കവളിലല്ലേ അടിച്ചത്? അതാ ഇവിടെ തന്നെ. എന്നെ അവിടെ തന്നെ അടിച്ചത്. ഇടത് കവളാവുക വാക്ക്. എടാ കുറച്ചെങ്കിലും ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാ കുറച്ചെങ്കിലും ഉറങ്ങിയില്ല അതിന്റെ അർത്ഥം നിനക്കറിയാവോ? എന്നെ അടിച്ചതിന് ശേഷം ഞാൻ ഒരു പോളെ ഉറങ്ങിയിട്ടില്ല. എന്റെ അണ്ണാ, എന്റെ കൈ അന്ന് തരിച്ചു തുടങ്ങിയതാണ്. വിഷമിക്കണ്ട മക്കളെ, നിങ്ങൾക്കൊക്കെ ഒരു അവസരം തന്നിട്ട് ഈ മണിയമ്മാമ ചാവൂ. നമുക്ക് നേരെ അവളെടുത്തോട്ട് പോയാൽ എന്തിനു? ബാക്കിയുടെ വാങ്ങിച്ചു കേട്ടാനാ? പിന്നെ എടാ നിനക്കറിയോ, ആദ്യമായിട്ടാണ് എന്നെ ഒരു സ്ത്രീ തല്ലുന്നത്. ഓ പിന്നെ നിങ്ങൾ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി പെണ്ണുങ്ങളെ അടി വാങ്ങിച്ചു കെട്ടുന്നല്ലേ? ബാലപ്പെണ്ണ, ഇക്കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഓവർ സ്മാർട്ട് ആവേന്ന് വേണ്ട. പ്രകാശ് കുമാർ സാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിയാന്. അതല്ലെന്ന്. പിന്നെ സാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ അവളെ ഞാൻ പൊക്കിയേനെ. ദേ സരോജം, നമ്മുടെ വനിതാവേദിയെ പറ്റി അത്ര നിസ്സാരമായി കാണരുത്. ദേ, വീട്ടിൽ മേനോൻ ചേട്ടനായിട്ട് വഴക്കുണ്ടാക്കുമ്പോ ഞാൻ വനിതാവേദിയുടെ പേരൊന്ന് സൂചിപ്പിച്ചാ മതി. പിന്നെ ഒരു അക്ഷരം മിണ്ടില്ല. അതാ വനിതാവേദിയുടെ ശക്തി. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല രേണു. ഈ കോളനിയിൽ വനിതാവേദിയെപ്പറ്റി ചിലർക്ക് നല്ല അഭിപ്രായമില്ല എന്നേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. ഇതുപോലെ നിസാര കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളതല്ല ഈ വനിതാവേദി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനായിരുന്നെങ്കിലേ നമുക്ക് ആരുടെങ്കിലും വീട്ടിൽ കൂടിയാ പോലായിരുന്നോ? എന്തിനാ മാസം തോറും വാടക കൊടുത്ത് ഇതുപോലെ ഒരു കെട്ടിടം എടുത്തിട്ടിരിക്കുന്നേ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനെയാണ് വനിതാവേദിയുടെ പ്രവർത്തനമെങ്കിൽ ഞാൻ അംഗത്തെ രാജിവെക്കും. ഒന്നാമത് അശോകേട്ടൻ ഞാനിതിൽ അംഗത്വം എടുത്തത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോ ലീലാമ്മ മേഡത്തെ വനിതാവേദി ചേർക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മുടെ പ്രസിഡന്റ് സുമാ പ്രകാശ് കുമാർ നാട്ടിൽ പോയിരിക്കല്ലേ? പ്രസിഡന്റ് ഒന്നിങ്ങോട്ട് വരട്ടെ, വന്നിട്ട് ആലോചിക്കാം. ഓ, എന്റെ അഭിപ്രായത്തില് ഈ ഒരു കാര്യത്തിന് പ്രസിഡന്റ് വരുന്നവരെ കാത്തിരിക്കണമെന്നൊന്നുമില്ല. അത് തന്നെ എന്റെ അഭിപ്രായം. ആ, അപ്പോ ഇന്ന് വൈകുന്നേരം ലീലാമ്മ മേഡത്തിന്റെ വീട്ടിൽ പോകാൻ ആരൊക്കെയാ വരുന്നത്? ഞാനില്ലേ? അത് ശരി. നിങ്ങൾ ഇവിടെ ബിസ്ക്കറ്റ് നിന്ന് ചായ കുടിച്ചോണ്ടിരുന്നോ? എന്താ മണിയാ? അത് ശരി. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താ? ഇല്ല. നിങ്ങൾ ആ ലീലാമ്മ മാഡത്തെ വനിതാവേദിയിലെങ്ങാനും ചേർത്താ? ഇല്ല. ഞങ്ങള് മേഡത്തെ ക്ഷണിക്കാൻ ഇന്ന് വൈകുന്നേരം പോകാനിരിക്കുന്നേ ഉള്ളൂ. അയ്യോ, കറങ്ങി തിരിഞ്ഞ് വൈകുന്നേരം അവിടെ ചെന്ന് കയറല്ലേ, എല്ലാത്തിനും പോലീസ് പോയി അകത്താകും. എന്താ മണി പ്രശ്നം? അതെ, ദിവസം ഒരുങ്ങാനെടുക്കുന്ന 2 മണിക്കൂറിൽ നിന്നും അരമണിക്കൂർ കട്ട് ചെയ്ത് ന്യൂസ് പേപ്പർ വായിക്കണം. ലോക സുന്ദരിമാരെയൊക്കെ തെരഞ്ഞെടുക്കുന്നതേ അറിവിന്റെയും കൂടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ മുഖത്തിടുന്ന പൗഡറിന്റെ കട്ടി കൊണ്ട് മാത്രമല്ല. ദേ മണിയാ, വനിതാവേദിയുടെ ഓഫീസിൽ കയറി വന്നിട്ടേ കൂടുതൽ ആളാവാൻ നോക്കല്ലേ. കാര്യം വലുതുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ. ഇതൊന്ന് വായിച്ചു നോക്ക്, അപ്പൊ അറിയാം കാര്യം. മലയാളം അറിയാലോ എല്ലാവർക്കും അല്ലേ? വായിച്ചു നോക്ക്. ദുബായിൽ കോടികളുടെ തട്ടിപ്പ്, മലയാളി യുവതിയെ പോലീസ് തിരയുന്നു. ഇതാരാണെന്ന് മനസ്സിലായ? ഇല്ലേ? നിങ്ങൾ മെമ്പറാക്കാൻ പോകുന്ന ലീലാമ്മ. ഒരു സൽക്കർമ്മമെങ്കിലും വനിതാവേദിക്കാര് ചെയ്തോട്ടെ എന്ന് കരുതിയാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അതായത് നിങ്ങളുടെ നേതൃത്വത്തിലായിരിക്കണം ഈ പെണ്ണുമ്പളെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ഫ്രഷ് ആയിട്ട് അവരെ വീട്ടിലോട്ടൊന്ന് ചെല്ലും. അവര് മുങ്ങാതെ നോക്കണമല്ലോ. സത്യം പറഞ്ഞ മാഡം, പ്രഭാത കൃത്യങ്ങൾ പോലും നടന്നിട്ടില്ല. അതല്ലെന്ന് രാവിലെ ഒരു പത്രം കൊണ്ടൊരു ഓട്ടമല്ലായിരുന്നു. അവരെ അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. അത് തന്നെ. ഇച്ചായനൊന്ന് ധൈര്യമായിട്ടിരി. ഇച്ചായൻ എന്റെ വീട്ടിൽ വന്നതിനല്ലേ നാത്തും പിണങ്ങിപ്പോയത്. അപ്പൊ ഇത് എന്റെയും കൂടി പ്രസ്റ്റീജിന്റെ പ്രശ്നം. അതുകൊണ്ട് ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം.
ഓരോ പ്രാവശ്യവും അവൾ പിണങ്ങി പോകുമ്പോ തിരിച്ചു വിളിച്ചോണ്ട് വരാൻ എനിക്ക് രൂപ എത്ര ചെലവാണെന്ന് നിനക്കറിയാവോ? അതിന് പുളിയാമ്പറമ്പിൽ പോവാൻ ഇവിടുന്ന് 45 കിലോമീറ്റേഴ്സ് അല്ലേ ഉള്ളൂ. പെട്രോളിന്റെ ചെലവ് മാത്രമല്ല ലീലാമേ ഞാൻ ഈ പറയണത്. പിന്നെ അന്നാമ്മയുമായി സന്ധ്യസംഭാഷണത്തിന് പോവാറ് ബാലപ്പന. അവൻ അതിനൊരു റേറ്റുണ്ട്. പണ്ടൊക്കെ ഫ്രീ ആയിരുന്നു. അന്നാമ്മയുടെ പിണങ്ങിപ്പോക്ക് പതിവായപ്പോ അവൻ റേറ്റ് അങ്ങ് കൂട്ടി. ഇപ്പൊ താങ്ങാൻ വയ്യാത്ത റേറ്റാ. ആഹാ, അപ്പൊ ഞാൻ അവന് കൊടുത്തത് കുറഞ്ഞു പോയെന്നാ തോന്നണത്. അവൻ നിന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടിയോ? ഞാൻ അവന്റെ നേരെ കൈ നീട്ടിയത്. ചെള്ളയ്ക്കൊരെണ്ണം കൊടുത്തു. അതേതായാലും നന്നായി. ഈ കോളനിക്കാരെ മുഴുവനിട്ട് വട്ടം കറക്കുന്നവരാവന്മാര്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇത് ആദ്യമാ. എന്നാലും ആള് പാവാ. തീർന്നില്ല. എന്റെ പാവ ഇച്ചായനെ പറ്റിച്ച് പണം വാങ്ങുന്നതിന് ആ ബാലപ്പന് ഞാൻ ഒരെണ്ണം കൂടെ കൊടുക്കും. ബാലപ്പനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ അന്നാമ്മയുടെ മനസ്സൊന്ന് ഇളക്കിയെടുക്കാൻ വലിയ പാടാ. ഓരോ പ്രാവശ്യം പിണങ്ങിപ്പോകുമ്പോഴും അവളുടെ വാശി കൂടിക്കൂടി വരിക. ആ ബാലപ്പൻ അവന്റെ സകല ബുദ്ധി ഉപയോഗിച്ച അന്നാമ്മയുടെ മനസ്സ് മാറ്റി തിരിച്ചു വിളിച്ചോണ്ട് വരുന്നു. ഇത്രയും കാലം കൂടെ താമസിച്ച എനിക്ക് അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതാ സത്യം. ഷോ, എന്റെ ഇച്ചായൻ ഇത്രയും പാവായി പോയല്ലോ. അല്ല, ഇച്ചായൻ ഇന്ന് എന്താ കഴിച്ചത്? ഓ, കഴിച്ചാൽ ഒന്നും ഇറങ്ങത്തില്ല. ദേ, ഇച്ചായൻ ഇങ്ങനെ നിർബന്ധം പിടിക്കരുത്. ഇന്ന് നമുക്ക് പുറത്ത് ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അല്പം വിശ്രമിച്ച് വൈകുന്നേരം സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങി ഇച്ചായൻ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പൊ എല്ലാം ശരിയാവും. ഞാനിപ്പോ വരാം. ഡ്രസ് ചേഞ്ച് ചെയ്യട്ടെ കേട്ടോ.